ഹായ് ഓൾ, അപ്പോൾ നമുക്കിന്നൊരു പീച്ചിങ്ങി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. സോ അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോളയാണ് എടുക്കുന്നത്. സവോളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളകാണ് ചേർത്തത്. മുളക് പൊടി ഇടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇടിച്ച മുളക് തന്നെയാണ്. സോ ഇടിച്ച മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ പീച്ചിങ്ങ അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞ് ഇട്ടേക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലർ നീട്ടത്തിൽ അരിഞ്ഞിടാറുണ്ട്. മറ്റേ ക്യാരറ്റൊക്കെ നമ്മൾ നീട്ടത്തിൽ അരിഞ്ഞിടില്ലേ, അതേപോലെ അരിഞ്ഞിടുന്നവരുണ്ട്. ചിലരിങ്ങനെ ഭയങ്കര ക്യൂബായിട്ട് അരിഞ്ഞിടുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് അരിഞ്ഞ് ഇടാവുന്നതാണ്. സോ അങ്ങനെ അത് ചേർത്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനിയും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടുക. പിന്നെ ലേശം വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ നല്ലൊരു ടെക്സ്ചറുള്ളത് ഇതേപോലെ കിട്ടും. അപ്പോൾ നല്ല മണമാകട്ടോ അത് ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ. സോ നൈസ് ടേസ്റ്റാണ്.